നിങ്ങളുടെ കണ്ണിന് മുമ്പിൽ ഇത്രയും വലിയൊരു മൂക്കുണ്ടായിട്ട് നിങ്ങൾക്ക് എന്തുകൊണ്ട് കാണാൻ പറ്റുന്നില്ല? ഇനി ഇപ്പോൾ ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഒന്ന് നോക്കി നോക്ക്. ഇപ്പോൾ കാണാൻ പറ്റുന്നുണ്ടല്ലോ. അന്ന് ഇത്രയും നേരം കാണാൻ പറ്റാണ്ടിരുന്നത്. ഇതിന് പറയുന്നവരാണ് സെൻസറി അഡാപ്ഷൻ. അതായത് നമ്മുടെ ബ്രെയിന് മൂവിങ് ഒബ്ജക്ട്സിനെയാണ് അധികം കോൺസെൻട്രേറ്റ് ചെയ്യുക, എന്നിട്ട് സ്റ്റാറ്റിക്കായി നിൽക്കുന്ന എലമെൻസിനെ അധികവും അത് ഇഗ്നോർ ചെയ്യുകയാണ് ചെയ്യുക. അതായത് നമ്മുടെ മൂക്ക് എപ്പോഴും ഇവിടെ തന്നെ ഉണ്ട്, നമ്മുടെ വ്യൂ ആണ് എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്നത്. സോ നമ്മുടെ ബ്രെയിന് മോസ്റ്റ്ലി വ്യൂവിൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് മൂക്കിനെ ഇഗ്നോർ ചെയ്യും. ഇനിയും നിങ്ങൾക്കത് വിശ്വാസമായിട്ടില്ലെങ്കിൽ നിങ്ങൾ ഈ കാണുന്ന വീഡിയോ നോക്കുക. അതിൽ നടുവിലുള്ള ഡോട്ടിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക, എന്നിട്ട് ഒരു കുറച്ച് നേരം അതിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കുക. നിങ്ങളങ്ങനെ നോക്കുന്നതിലൂടെ ഓരോ സമയം കഴിയുമ്പോഴും ഓരോ യെല്ലോ ഡോട്ട് കുറഞ്ഞു വരുന്നത് പോലെ തോന്നും, ഡിസപ്പിയർ ആവുന്ന പോലെ തോന്നും. ഇത് ഈ ഒരു സെയിം കാര്യം കൊണ്ടാണ്. അതായത് ഇതിൽ മൂവ് ചെയ്യുന്നത് ആ ഡോട്ടും അതിന് ചുറ്റുമുള്ള സംഭവമാണ്. പക്ഷേ ആ യെല്ലോ ഡോട്ട്സ് എപ്പോഴും സ്റ്റാറ്റിക് ആയിട്ടുള്ളതാണ്. സോ ആ യെല്ലോ ഡോട്ട്സിന് നമ്മുടെ ബ്രെയിന് കുറച്ച് സമയം കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇഗ്നോർ ചെയ്യും. ഇതുപോലെ തന്നെയാണ് നമ്മുടെ ലൈഫ്. നമ്മൾ പോസിറ്റീവ് കാര്യങ്ങളിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതിലൂടെ നമ്മുടെ ചുറ്റുമുള്ള നെഗറ്റീവ് കാര്യങ്ങളൊക്കെ ഔട്ട് ഓഫ് ഫോക്കസ് ആവും, അല്ലെങ്കിൽ ഡിസപ്പിയർ ആയി പോകും.